ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. സർ, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ധാരാളം ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല. എന്തായിരിക്കും അതിനുള്ള റീസൺ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത്. സർ, ഞാൻ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ചെയ്തു, സർ ഞാൻ അഫർമേഷൻസ് ചെയ്തു, സർ ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്താണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാത്തത്? ഒരുപാട് സയൻസുകളൊക്കെ കാണുന്നുണ്ട്. 111 കാണുന്നു, 222 കാണുന്നു, പക്ഷേ മഴവില്ല് കാണുന്നു, എന്നിട്ടൊന്നും എൻ്റെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നില്ല. എന്തായിരിക്കും റീസൺ? നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മറക്കാതെ വിളിച്ചോളൂ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിന് അർഹതയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അർഹതയുണ്ട് എന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് മാനിഫെസ്റ്റ് ആവത്തുള്ളൂ. എത്ര വലിയ സ്വപ്നമാണെങ്കിലും. നിങ്ങളിപ്പോൾ ഒരു സിനിമാ നടനാവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ ബിസിനസ് മാൻ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും, ഇനി അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് ജോബാണെങ്കിൽ കൂടി നിങ്ങൾ അതിന് അർഹനാണ് എന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ എസ്പെഷ്യലി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് നടക്കോ ഇല്ലയെന്ന് അറിയത്തില്ല, അതിനൊന്നും എനിക്ക് അർഹതയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്നുള്ളതാണ്. എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ അർഹനല്ല എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചിന്ത. അപ്പോൾ നമ്മൾ അതിന് പകരം അവളെ വിവാഹം കഴിക്കാൻ ഞാൻ അർഹനാണ് എന്നതാണ് സെൻറ്റൻസ്. ആ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുക, പറയുക, എഴുതുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബ്ലോക്കിനെ മാറ്റാനായിട്ട് സാധിക്കും. അവൾ എന്നുള്ള സ്ഥലത്ത് അവൻ എന്നുമാക്കി മാറ്റാം. ഒരു പെൺകുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവനെ വിവാഹം കഴിക്കാൻ ഞാൻ അർഹനാണ് എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എത്ര വലിയ സ്വപ്നമാണെങ്കിലും, നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത്, എന്തുമാകാം, അതിന് ഞാൻ അർഹനാണ്. ഒരു കാറാണെങ്കിൽ ഇന്ന കാറ് സ്വന്തമാക്കാൻ ഞാൻ അർഹനാണ്. ഒരു വീടാണെങ്കിൽ ഇന്ന വീട് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഇന്ന വീട് നിർമ്മിക്കാൻ ഞാൻ അർഹനാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സ് തന്നെ കണ്ടെത്തും എന്നുള്ളതാണ്. നിങ്ങൾ ആ ട്രാക്കിലൂടെ പോവും, അത് മാനിഫെസ്റ്റ് ആവും. അതിന് എത്ര തുക വേണമെന്നുണ്ടെങ്കിലും നിങ്ങളിലോട്ട് വന്നു ചേരും എന്നുള്ളതാണ്. ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിലവില്ലാത്ത പരിപാടിയല്ലേ, കിട്ടിയാലോ? അപ്പോൾ എന്തായാലും കിട്ടും, യാതൊരു സംശയവുമില്ല. കാരണം ഒരുപാട് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നത്. സോ ചെയ്ത് നോക്കുക. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരുപാട് നെഗറ്റീവ് ബിലീവ്സ് ഉള്ളത് കൊണ്ടാണ്. ഈ നെഗറ്റീവായിട്ടുള്ള ബിലീവ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചെറുപ്പം മുതൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്, അനുഭവിക്കുകയാണ്. പലരും പലതിനെക്കുറിച്ചും പറയുന്നു. അതൊക്കെ നമ്മുടെ ചിന്തകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരുപാട് ലിമിറ്റിംഗ് ചിന്തകൾ ഉണ്ടായിരിക്കും. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു വരുന്ന ഒരു കുട്ടി ചുറ്റുപാടിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ആ കുട്ടി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒരു 20,000 റുപ്പീസ് സാലറി ഉള്ള ഒരു ജോബായിരിക്കും. ഒരിക്കലും ആ കുട്ടി ഒരു 2 ലാക്കോ അല്ലെങ്കിൽ ഒരു 5 ലാക്ക് സാലറി കിട്ടുന്ന ഒരു ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചോ ചിന്തിക്കത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ചിന്തകളെയും പോളിഷ് ചെയ്യാനും ആ ചിന്തകളെ വലുതാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള കോഴ്സാണ് തോട്ട് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങളുടെ മൈൻഡിനെ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ചിന്തിക്കാനും കൂടുതൽ ഫോക്കസ് കിട്ടാനും ഒക്കെ ഈ കോഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും തോട്ട് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. 31 ഡേയ്സ് പ്രോഗ്രാമാണ്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ആക്ഷൻസ് എടുക്കണം.
ഒരാളെ ഇഷ്ടമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലെ ആ വ്യക്തിയോട് പോയി പറയേണ്ടി വരും അല്ലേ. കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇനി സംസാരിക്കുന്ന സമയത്ത് ഇഷ്ടമല്ല, നോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് വേറെ ധാരാളം മാർഗ്ഗങ്ങളുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റ് ഉണ്ടായി, പിണക്കത്തിലാണ്, ട്രസ്റ്റ് ഇഷ്യൂ ആണ്, വോട്ട് എവർ ഇറ്റ് ഈസ്, എന്തുമാവാം. ഓക്കെ, പല പ്രശ്നങ്ങളാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു 21 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതെടുത്ത് കുറേ കാര്യങ്ങൾ പഠിക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഇത് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ക്ലാരിറ്റി കുറവാണ്. നമ്മുടെ മൈൻഡിന് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവത്തുള്ളൂ. റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് എഴുതിയതിനു ശേഷം അത് മനസ്സിൽ നിരന്തരം കാണുക എന്നുള്ളതാണ്. വിഷ്വൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിത്രം നിങ്ങൾക്ക് കൊണ്ടുപോകാനും ആ ചിത്രത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ജോസഫ് മർഫി പറയുന്നത് അത് നിങ്ങളുടെ വിധിയായിട്ട് മാറും എന്നുള്ളതാണ്. വെറുതെ ചിത്രം കണ്ടിട്ട് കാര്യമില്ല, ആ ചിത്രം കാണുകയും അത് ഫീൽ ചെയ്യാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എഴുതുക, ഉള്ളിൽ കാണുക, അത് ഫീൽ ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക വിഷ്വലൈസേഷൻ. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അഥവാ പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണ്. അങ്ങനെ ഭയന്നുകൊണ്ട് നമുക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? എന്തെങ്കിലുമൊക്കെ ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക. റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ ഒന്നും ആരും തന്നെ നേടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് കുറേ നാൾ ഒരു കാര്യം വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് അഫർമേഷൻ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റിസ്ക് എടുക്കാൻ തയ്യാറാവുക, നമ്മളെ തന്നെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഭയം മാറുകയും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും മാനിഫെസ്റ്റേഷന് ബ്ലോക്കായിട്ട് നിൽക്കുന്നത് പലർക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. കാരണം ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഒന്നിലോട്ടും ഫോക്കസ് കിട്ടില്ല. അപ്പോൾ ആദ്യം ആ പ്രശ്നം സോൾവ് ചെയ്യുക. ലവ് മാസ്റ്ററി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോട്ട് മാസ്റ്ററി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ കറക്റ്റ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ട്രാക്കിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു. നമസ്തേ.